ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവിക രക്ഷാപദ്ധതിയിൽ പങ്കുചേർന്ന ജോസഫ് എന്ന മനുഷ്യൻ്റെ ജീവിതാനുഭവ വിവരണമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കം ചില വാചകങ്ങൾ കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തിയ ഈ വ്യക്തിത്വം ഇന്നേ വരെയുള്ള എല്ലാ തലമുറകൾക്കും മുമ്പിൽ അനുഷ്ഠിക്കേണ്ട മാതൃകയായി തീരുവാൻ വേദപുസ്തകം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ഇങ്ങനെയായി തീരുവാൻ ഈ മാതൃക നമുക്ക് വഴികാട്ടിയാകുന്നു, ഒരു അടയാളമായി തീരുന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദൈവിക രക്ഷാപദ്ധതിയിൽ ദൈവം കാരുണ്യപൂർവം ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ജോസഫ്. സ്വപ്നത്തിലൂടെ വെളിപ്പെട്ട ദൈവിക ദർശനത്തിന് ആമേനെന്ന് പറഞ്ഞ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ജോസഫ്. ഈ മനുഷ്യനിൽ എന്ത് സ്വഭാവ വിശേഷതയാണ്, പ്രത്യേകതയാണ് ദൈവം കണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. അത് നമ്മുടെ ജീവിതത്തിനും ബലമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. 2 ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, ദൈവഹിതത്തിന് ആമേനെന്ന് പറഞ്ഞവൾക്ക് ദൈവം നൽകിയ കരുതലിൻ്റെ പേരാണ് ജോസഫ് എന്നത്. ദൈവഹിതത്തിന് ആമേനെന്ന് പറഞ്ഞവൾക്ക് ദൈവം നൽകിയ കരുതലിൻ്റെ പേരാണ് ജോസഫ്. കരുതലും കാവലും, ഈ 2 വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ സ്വാധീനവും ഓരോ മനുഷ്യ ജീവിതത്തിലും എന്തുമാത്രമാണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഇന്നലെ കൊച്ചിയിൽ ഒരു നായയെ കാറിൽ കെട്ടിവലിച്ചുകൊണ്ട് കളയുവാൻ പോകുന്ന വാർത്തയും ചിത്രവും കണ്ടു. കാറിൻ്റെ സ്പീഡിൽ ഓടാൻ കഴിയാത്തതുകൊണ്ട് വീണും മുറിവ് പറ്റിയും എഴുന്നേറ്റും പിന്നെയും നിലവിളിച്ചുകൊണ്ട് ഓടുന്ന നായ ആരുടെയും കണ്ണ് നനയിക്കും. എന്നാൽ ആ ഫോട്ടോയിൽ മറ്റൊരു ഹൃദയസ്പർശിയായ കാഴ്ച ഉണ്ടായിരുന്നു. ആ ദുരിതപൂർണമായ മരണയാത്രയിൽ കണ്ടു പരിചയം പോലുമില്ലാത്ത, അവനെ അറിയാത്ത മറ്റൊരു തെരുവ് നായ അവനോടൊപ്പം കൂടെ ഓടുന്നു. എന്തൊരു കരുതൽ, എന്തൊരു കാവൽ! മുറിവേറ്റവനോടൊപ്പം വരും വരാഴിക നോക്കാതെ അവൻ്റെ വേദനയിൽ പങ്കുചേർന്ന് നിലവിളിച്ചുകൊണ്ടോടുന്ന ഇതിനെ നായ എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മുടെ കണ്ണ് തുറപ്പിക്കട്ടെ. മറിയത്തിന് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരാണ്, മറിയത്തിന് ദൈവം നൽകിയ ആശ്രയത്തിൻ്റെ പേരാണ്, മറിയത്തിന് ദൈവം നൽകിയ ആൾരൂപമാണ് ജോസഫ് എന്ന മനുഷ്യൻ. കഷ്ടത നിറഞ്ഞ, കണ്ണുനീർ നിറഞ്ഞ, യാതന നിറഞ്ഞ, അപമാനം നിറഞ്ഞ, പരിഹാസം നിറഞ്ഞ ജീവിതത്തിൽ ഒന്ന് കൂടെ ഓടുവാൻ, ഒന്ന് ചേർത്ത് നിർത്തുവാൻ ദൈവം മറിയത്തിന് നൽകിയ സമ്മാനമാണ് ജോസഫ് എന്ന മനുഷ്യൻ. എൻ്റെയും നമ്മുടെയും ജീവിതയാത്രയിൽ കൂടെ ഓടുവാൻ, ചേർത്ത് നിർത്തുവാൻ, കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവം നമുക്ക് നൽകിയവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് മറന്നു പോകരുത്. കുരിശിൻ ചുവട്ടിൽ അവൻ്റെ അമ്മ മേരിക്കൊപ്പം മറ്റു ചിലരും ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു മനുഷ്യരുടെ കുരിശിൻ ചുവട്ടിൽ നാം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയണം. ജീവിതത്തിൻ്റെ കഠിനതകളിൽ കൂടെ നിൽക്കുവാൻ ചിലരെ ദൈവം നമുക്ക് നൽകുന്നത് ദൈവമാണെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. തിരുജനനം ഓർമ്മപ്പെടുത്തുന്നിടത്തെല്ലാം ജോസഫും
മറന്നുപോകാതെ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. നീതിമാൻ എന്നേക്കും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഓർമ്മയിൽ ഉണ്ടാകും. നിശ്ചയം നമ്മുടെ മനസ്സിൽ വേരുപിടിച്ചു വളരേണ്ട ഒരു നാമമാണ് ജോസഫ് എന്നത്. ദൈവത്തിന് പ്രിയങ്കരങ്ങളായ എല്ലാ വ്യക്തിത്വങ്ങളെയും വിശേഷിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന വാക്കാണ് നീതിമാൻ. നീതിമാനെന്ന് ദൈവം വിശേഷിപ്പിച്ച അനേക ജീവിതങ്ങൾ എന്തുമാത്രം പ്രചോദനമാണ് നാളിതുവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുവരെ വന്നുപോയ എല്ലാ തലമുറകളുടെയും ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ജോസഫ് നീതിമാനാണ് എന്ന് തിരുവചനം പറയുന്നു. എന്താണ് നീതി? അപരൻ അർഹിക്കുന്നത് അവന് കൊടുക്കുക എന്നതാണ് നീതി. എന്നാൽ എന്താണ് ദൈവിക നീതി? അപരൻ അർഹിക്കുന്നത് അവന് കൊടുക്കുക എന്ന മാനുഷിക നീതിയിൽ നിന്ന് അപരൻ്റെ ആവശ്യങ്ങളെ കണ്ടെത്തി കൊടുക്കുക എന്ന ആശയം പ്രാവർത്തികമാക്കിയവരാണ് ദൈവിക ദൃഷ്ടിയിൽ നീതിമാന്മാർ. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നീതിയെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ജോസഫ് സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും നിയമങ്ങൾക്കും നിബന്ധനകൾക്കുമുള്ളിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവിക ദർശനത്തിൻ്റെ പ്രഭ തൻ്റെ ജീവിതത്തെ സ്പർശിച്ചപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധത്തിൽ അവൻ തളയ്ക്കപ്പെട്ടപ്പോൾ നിയമങ്ങൾക്കും മേലെ സ്നേഹബന്ധത്തിൻ്റെ കാണാച്ചരടുകൾ തന്നിലൂടെ കരുതലായി കാവലായി ദൈവം തന്നോട് ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട മറിയയുടെ ജീവിതത്തിലേക്ക് തന്നിലൂടെ പെയ്തിറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആളിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ജോസഫ്. കാറ്റിലുലഞ്ഞു പോകാമായിരുന്ന ഒരു ദാമ്പത്യത്തെ അണയാതെ ചേർത്തുപിടിച്ച കരുതിയവൻ്റെ വലിയ പേരാണ് ജോസഫ് എന്ന നാമം. ഞാനും നിങ്ങളും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജോസഫ് ഇല്ലായിരുന്നുവെങ്കിൽ മറിയം എന്തു ചെയ്തേനെ എന്ന്? അതിൻ്റെ ഉത്തരം ഇതാണ്. ദൈവഹിതത്തിന് ആമേൻ പറയുന്നവർക്ക് ദൈവം ഭൂമിയിൽ കരുതി വച്ചിരിക്കുന്ന ഉത്തരമാണ് ജോസഫ്. ഞാനും നിങ്ങളും ദൈവഹിതത്തിന് ആമേൻ പറയൂ. ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമിന് ഒരു യാഗവസ്തു കരുതിയതുപോലെ ദൈവം കരുതിക്കൊള്ളും. നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ സമർപ്പിക്കാം. ഈ ദൈവം കരുതുവാൻ കരുത്തുള്ളവനാണ് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. 2, മറ്റുള്ളവരുടെ കരുതലിലും കാവലിലുമായി ദൈവം ഉറക്കം അപഹരിച്ചവരുടെ പേരാണ് ജോസഫ് എന്നത്. മറ്റുള്ളവരുടെ കരുതലിലും കാവലിലുമായി ദൈവം ഉറക്കം അപഹരിച്ചവരുടെ പേരാണ് ജോസഫ്. ദൈവദർശനത്തിന് ആമേൻ പറഞ്ഞവൻ്റെ പേരാണ് ജോസഫ്. ദൈവം ഉറക്കത്തിൽ അവന് പ്രത്യക്ഷനാകുന്നു. അവനോട് പറയുന്നു, തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട ഗർഭിണിയായ മറിയയെ ചേർത്തുകൊള്ളണം. ആദ്യ ദർശനം തന്നെ അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. സ്വന്തം അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് വർണ്ണരഹിതമായി പോയി. പിന്നീടുള്ള ജോസഫിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പറയുന്നത് ജോസഫ് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നതാണ്. നിശ്ചയമായും പിന്നീട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. പൂർണ്ണ ഗർഭിണിയായ സമയത്ത് രാജകൽപ്പന പ്രകാരം ബേത്ലഹേമിലേക്ക് പേരെഴുതി ചേർക്കുവാൻ പോകുന്ന കഠിനമായ ഒരു യാത്രയുണ്ട്. അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലേ? ഇല്ല, തീർച്ചയായും അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആ യാത്രയിൽ തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കുവാനുള്ള സമയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിനായി ഒരിടം തേടിയുള്ള ഒരു രാത്രി മുഴുവനുമുള്ള അലച്ചിൽ. അല്ലേ പ്രിയപ്പെട്ടവരെ,
അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇല്ല, തീർച്ചയായും അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. വീണ്ടും തൻ്റെ പൈതലിനുണ്ടാകുന്ന വധഭീഷണി അറിഞ്ഞ് ഈജിപ്തിലേക്ക് തിടുക്കത്തിൽ പലായനം ചെയ്യേണ്ടി വരുന്നു. ആ യാത്രയിലൊന്നും അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇല്ല, തീർച്ചയായും അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നീട് നസ്രയത്തിലേക്ക് തിരികെ വരുന്നു. എന്തൊരു വിധിയാണിത്! പിന്നീടുണ്ടായിട്ടുള്ള നിരവധിയായ ഇത്തരം ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇല്ല, തീർച്ചയായും അവൻ ഉറങ്ങിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവഹിതത്തിനു വേണ്ടി ഓടിത്തളർന്നവൻ്റെ പേരാണ് ജോസഫ് എന്നത്. ദൈവം ഉറക്കം അപഹരിച്ചവൻ്റെ പേരാണ് ജോസഫ് എന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് തിരുക്കുടുംബത്തിലേക്കുള്ള ദൂരമളക്കുന്ന സ്കെയിലിൻ്റെ പേരാണ് ജോസഫ് എന്ന പേര്. അവൻ തൻ്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം തിരയുന്നതും കണ്ടെത്തിയതും ദൈവത്തിലാണ്. അത്യുന്നതൻ്റെ മറവിലാണ് അവൻ വസിച്ചത്. സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ് അവൻ പാർത്തത്. യഹോവ തന്നെയാണ് അവൻ്റെ കോട്ടയും രക്ഷയുമെന്ന് ഉറച്ച് വിശ്വസിച്ചവനാണ്. നീതിമാനായ ജോസഫ് തൻ്റെ ഭാര്യയ്ക്ക് അപമാനം വരുത്താതിരിക്കുവാൻ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷനായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ തനിക്കുള്ള ഉത്തരവാദിത്വം അവനെ ഓർമ്മിപ്പിച്ച് അവനെ ഉറപ്പിക്കുന്നു. പിറക്കാനിരിക്കുന്ന പൈതലിൻ്റെ ജനനത്തിൻ്റെ ഉത്ഭവവും അവന് നൽകാനിരിക്കുന്ന പേരും അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യവും വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അത് സ്വീകരിച്ച് അവൻ താൻ തിരഞ്ഞെടുക്കാനിരുന്ന വഴി ഉപേക്ഷിച്ച് ദൈവം കാണിച്ച വഴികൾ സ്വമനസാലെ സ്വീകരിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യനും അപമാനം വരുത്തുവാൻ ജോസഫ് തയ്യാറാകുന്നില്ല. ഈ ജീവിത സാക്ഷ്യമാണ് ജോസഫിൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർത്തത്. മറ്റൊരാൾക്ക് അപമാനം വരുത്താതിരിക്കുക, അത് സാധാരണ എല്ലാവരും ചെയ്യേണ്ടതാണ്. എന്നാൽ അപമാനം വരുത്തുവാൻ കാരണമുണ്ടായിട്ടും അത് ചെയ്യാതെ അതിനെ തന്നോട് ചേർത്ത് താനും ദൈവവും മാത്രമറിഞ്ഞ് അതിനെ കവർ ചെയ്യുന്നു. ഇന്നിൻ്റെ സ്ഥിതി എന്താണ് പ്രിയപ്പെട്ടവരെ? എന്തുമാത്രം അപവാദമാണ് നമുക്കിഷ്ടമില്ലാത്തവരെക്കുറിച്ച് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രദ്ധയും മറ്റുള്ളവരുടെ സത്പേരും നന്മയും നിലനിർത്തുവാനുള്ള കരുതലും ജോസഫ് ഏറ്റെടുക്കുന്നു. ഇതിനായിട്ടാണ് ദൈവം ജോസഫിൻ്റെ ഉറക്കം അപഹരിച്ചത്. ഇതാണ് നമ്മെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കി മാറ്റുന്നത്. ജോസഫിനെ അവസാനമായി തിരുവചനം അവതരിപ്പിക്കുന്നത് പെസഹ പെരുന്നാളിന് പോയ യേശുവിനെ തിരികെ വരുമ്പോൾ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ കാണാഞ്ഞ് അവസാനം യേശുവിനെ തിരഞ്ഞു ചെന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്കാണ്. അവിടെ അവനെ ഗുരുക്കന്മാരുടെ മധ്യത്തിൽ ന്യായപ്രമാണം സംസാരിക്കുന്നതും മനസ്സിലാക്കുന്നതും വിശദീകരിക്കുന്നവനായും കാണുകയാണ്. തൻ്റെ പൈതൽ എവിടെ എത്തിയെന്നും അവൻ എവിടെ നിൽക്കുന്നുവെന്നും തൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. അങ്ങനെയൊരു സ്ഥലത്ത് യേശുവിനെ എത്തിക്കുക എന്നതായിരുന്നു ദൈവം ഏൽപ്പിച്ച ദൗത്യമെന്ന് യേശുവിൻ്റെ മാനുഷിക പിതാവായ ജോസഫ് അറിഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ സൗരഭ്യവാസനയായ ജീവിതമാക്കി തീർത്തു. ഓരോ ജീവിതത്തിൻ്റെയും പൂർണ്ണതയും ഉദ്ദേശവും ലക്ഷ്യവും എന്തായിരിക്കണമെന്ന് നമുക്ക് ജോസഫിലൂടെ കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയിരിക്കണം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം? ഇതിൻ്റെ ഉത്തരമാണ് ജോസഫ് എന്ന നാമം. എല്ലാ കുറവുകളെയും ഉൾക്കൊണ്ട് നമ്മുടെ തലമുറയെ ദൈവസന്നിധിയിൽ എത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം.
അതിന് ഈ ദൈവവചനം അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കി നൽകുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവഹിതത്തിന് ആമേൻ എന്ന് പറഞ്ഞവൾക്ക് ദൈവം നൽകിയ കരുതലിൻ്റെ പേരാണ് ജോസഫ്. മറ്റുള്ളവരുടെ കരുതലിനും കാവലിനുമായി ദൈവം ഉറക്കം അപഹരിച്ചവരുടെ പേരാണ് ജോസഫ്. ദൈവം ഉറക്കം അപഹരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് കാവൽ നിൽക്കാനാണ്. അവരെ എല്ലാ നിയമത്തിനും മേലെ കരുതുവാനാണ്, സംരക്ഷിക്കുവാനാണ്. ദൈവദർശനത്തിന് ആമേൻ പറഞ്ഞ് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം ഓരോരുത്തരുമായിത്തീരുന്ന അവസ്ഥയാണ് ജോസഫ്. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.